പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ജെഡിസ് കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 6 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ ചില കറണ്ട് അഫേഴ്സിന്റെ ഹെഡിങ്സ് ആണ്. ഒന്ന്, ABC അതായത് ആനിമൽ ബർത്ത് കൺട്രോൾ, ഇതിന്റെ നിയമം ഭേദഗതി ചെയ്യണമെന്ന് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്തിന് ഒടുവിൽ വന്യജീവി പ്രതിരോധ ശേഷിയുള്ള സ്മാർട്ട് ഓഫീസ് ലഭിച്ചു. കൂടാതെ ഇന്ത്യയിലെ ആദ്യത്തെ ജിനോം എഡിറ്റിംഗ് ചെയ്ത അരി ഇനങ്ങൾ ICAR വികസിപ്പിച്ചെടുത്തു. ബഗ്ലിഹാർ അണക്കെട്ട് ഗേറ്റുകൾ വഴി ഇന്ത്യ ചെനാബ് ജലം അടയ്ക്കുന്നു. ഇത്തരത്തിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ജെഡിസ് കറണ്ട് അഫേഴ്സിന്റെ ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഡിമാൻഡ് ടു ദി സെന്റർ ടു അമെൻഡ് ദി ABC ആനിമൽ ബർത്ത് കൺട്രോൾ റൂൾസ്. മൃഗജനന നിയന്ത്രണ നിയമങ്ങൾ ഭേദഗതി ചെയ്യണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നു. കേരളത്തിലെ മിക്കവാറും എല്ലാ പത്രങ്ങളിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. അതായത് കേരളത്തിൽ ഇന്നലെ ഉണ്ടായിട്ടുള്ള ഒരു സംഭവം, പേപ്പട്ടി വിഷബാധയേറ്റ് ഒരു പെൺകുട്ടി ഇന്നലെ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കൊല്ലപ്പെട്ടു. ഈ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലെ ഈ ഒരു ചോദ്യങ്ങൾ. ഇതിനു മുമ്പും കറണ്ട് അഫേഴ്സിൽ വന്നിട്ടുള്ള ഇതേ ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 ഏറ്റവും കൂടുതൽ നായ്ക്കളുടെ കടിയേറ്റ കേസുകൾ ചികിത്സിച്ചത് കേരളത്തിലെ ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ല. 50,870 കേസ് ആണ് 2024 തിരുവനന്തപുരം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയാണ് ഏറ്റവും ടോപ്പ് ലെവലിലെ. 2ാം സ്ഥാനത്ത് കൊല്ലം, 3ാം സ്ഥാനത്ത് എറണാകുളമാണ്. 2024 കേരളത്തിൽ എത്ര നായ്ക്കളുടെ കടിയേറ്റ കേസുകൾ ചികിത്സ നൽകി? ആകെ 3.17 ലക്ഷം കേസുകൾ. ഒരു വർഷത്തെ കേസ് ആണ് 3.17 ലാക്ക്. കേരളത്തിൽ മാത്രമുള്ള ഡോഗ് ബൈറ്റ്സ് മൂലം ഉണ്ടായിട്ടുള്ള കേസ് ആണത്. ഇതിലേറ്റവും കൂടുതലുള്ളത് തിരുവനന്തപുരം ഡിസ്ട്രിക്ട് ആണ്. 50,870 കേസ് ആണ് അവിടെ ട്രീറ്റ്മെന്റ് നൽകിയിട്ടുള്ളത്. 2024 ഏറ്റവും കുറവ് നായ്ക്കളുടെ കടിയേറ്റ കേസുകൾ ചികിത്സിച്ചത് കേരളത്തിലെ ഏത് ജില്ലയിലാണ്? വയനാട് ജില്ല. 5,719 കേസുകൾ. ഏറ്റവും ടോപ്പ് ലെവലിലെ തിരുവനന്തപുരം, 2ാം സ്ഥാനത്ത് കൊല്ലം, 3ാം സ്ഥാനത്ത് എറണാകുളം. താഴെയാണെങ്കിൽ വയനാടാണ്. 5,719 കേസ് ആണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്, അതായത് ചികിത്സ നേടിയിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, സ്റ്റേറ്റ് ഫസ്റ്റ് ട്രൈബൽ പഞ്ചായത്ത് ഫൈനലി ഗെറ്റ്സ് എ വൈൽഡ് ലൈഫ് പ്രൂഫ് സ്മാർട്ട് ഓഫീസ്. സംസ്ഥാനത്തെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്തിന് ഒടുവിൽ വന്യജീവി പ്രതിരോധ ശേഷിയുള്ള സ്മാർട്ട് ഓഫീസ് ലഭിച്ചു. കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ പഞ്ചായത്ത് എവിടെയാണ്? ഇന്നത്തെ ഹിന്ദു പത്രത്തിലെ ഒരു വാർത്തയാണ്, കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ പഞ്ചായത്തിന് വൈൽഡ് ലൈഫ് പ്രൂഫ്, അതായത് വന്യജീവി പ്രതിരോധ ശേഷിയുള്ള സ്മാർട്ട് ഓഫീസ് ലഭിച്ചു. അപ്പം ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ പഞ്ചായത്ത്? ഇവിടെ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റീസ് ഉള്ളത് ഏത് കമ്മ്യൂണിറ്റിയാണ്? നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏതാണ്? ഇടമലക്കുടി. ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ ഇടമലക്കുടിയാണ്. ഇരവിക്കുളം നാഷണൽ പാർക്കുമായി ബന്ധപ്പെട്ട് അടുത്തിരിക്കുന്ന ഒരു പഞ്ചായത്ത് ആണ് ഇടമലക്കുടി പഞ്ചായത്ത്. ഇതാണ് കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്തായ ഇടമലക്കുടി ഏത് വർഷമാണ് രൂപീകരിച്ചത്? 2010. 2010 ഇടമലക്കുടി പഞ്ചായത്ത് ഇത് രൂപീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഈ പഞ്ചായത്തിന്റെ ഓഫീസ് പല പ്രാവശ്യമായിട്ട് ആനവം തകർക്കുകയും ഇന്നിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഇടമലക്കുടി പഞ്ചായത്തിന് വന്യജീവി പ്രതിരോധ ശേഷിയുള്ള സ്മാർട്ട് ഓഫീസ്, അതുപോലെ പഞ്ചായത്ത് ഓഫീസ് ലഭിച്ചിരിക്കുകയാണ്. ഇത് ഇന്നത്തെ ഒരു വാർത്തയാണ്. ഇടമലക്കുടി പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആദിവാസി സമൂഹം ഏതാണ്? മുഴുവൻ ആദിവാസി സമൂഹം. മുഴുവൻ ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ് ഇടമലക്കുടി പഞ്ചായത്തിലെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ആ ഒരു കമ്മ്യൂണിറ്റി. 2010 ഇടമലക്കുടി പഞ്ചായത്ത് ഇത് രൂപീകൃതമായിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, ICAR ഹാസ് ഡെവലപ്ഡ് ഇന്ത്യസ് ഫസ്റ്റ് ജിനോം എഡിറ്റഡ് റൈസ് വെറൈറ്റീസ്. ഇന്ത്യയിലെ ആദ്യത്തെ ജിനോം എഡിറ്റിംഗ് ചെയ്ത അരി ഇനങ്ങൾ ICAR വികസിപ്പിച്ചെടുത്തു. ICAR എന്നാൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്. ICAR ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു അരി ഉൽപ്പന്നം. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ICAR വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ ജെനോം എഡിറ്റിംഗ് ചെയ്ത അരി ഇനങ്ങൾ ഏതൊക്കെയാണ്? DRR റൈസ് 100, കമല, പുസ DST റൈസ് 1. കമല എന്നതും
പുസ എന്ന രണ്ട് റൈസ് ഇനങ്ങളാണ്, അരി ഇനങ്ങളാണ് ICAR ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. അരിയുടെ ജനിതക ഘടകങ്ങൾ അതിനെ മാറ്റിക്കൊണ്ട് വേറൊരു ലെവലിലേക്ക് മാറ്റിക്കൊണ്ടുള്ള ഒരു പുതിയൊരു അരി ഉൽപ്പന്നമാണ് കംല എന്ന, അതായത് DRR റൈസ് 100 കംല എന്നതും പുസ DST റൈസ് എന്നതും ICAR വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ജിനോം എഡിറ്റിംഗ് ചെയ്ത അരി ഇനങ്ങളായ DRR റൈസ് 100, പുസ DST റൈസ് 1 എന്തൊക്കെയാണ്? ഉയർന്ന ഉൽപാദനം, കാലാവസ്ഥ പൊരുത്തപ്പെടൽ, ജലസംരക്ഷണം. അതായത് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു അരിയുടെ വാല്യൂ എപ്പോഴും ഹൈ ലെവലിലേക്ക് എത്തുകയുള്ളൂ. ഈ രണ്ട് ഇനങ്ങൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ് ആണ്. അതായത് DRR റൈസ് കമല എന്നതും പുസ DST റൈസ് 1ൻ്റെയും ആ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ, ഒന്ന് ഹയർ പ്രൊഡക്ഷനാണ്, ഉയർന്ന ഉൽപാദനം, മറ്റൊന്ന് ക്ലൈമറ്റ് അഡാപ്റ്റബിലിറ്റി, കാലാവസ്ഥ പൊരുത്തപ്പെടൽ, മൂന്നാമത്തേത് വാട്ടർ കൺസർവേഷൻ, ജലസംരക്ഷണം. കാരണം നേരത്തെ തന്നെ കൊയ്യാൻ സാധിക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ അത്രയും ജലം അവിടെ സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജലസംരക്ഷണം എന്നുകൂടി അവിടെ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഹയർ പ്രൊഡക്ഷൻ ആണ്. ഹൈദരാബാദിലെ ICAR IIRR സാംബ മസൂരി അടിസ്ഥാനമാക്കി വികസിപ്പിച്ചെടുത്ത നെല്ല് ഇനം ഏതാണ്? DRR റൈസ് 100 കമലം. ഹൈദരാബാദിലുള്ള ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൈസ് റിസർച്ച് സംയുക്തമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇനം ആണ് DRR റൈസ് 100 എന്ന ഇനം. ഇത് സാംബ മസൂരി എന്ന് പറയുന്ന ഒരു അരിയിൽ നിന്നാണ് അതിൻ്റെ ജനിതക മാറ്റം വരുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പുതിയ ഒരു റൈസ് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത്. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ തന്നെ ഒരു ജനോം എഡിറ്റഡ് റൈസ് വെറൈറ്റിയാണിത്. ICAR IIRI ന്യൂഡൽഹി MTU 1010 അടിസ്ഥാനമാക്കി വികസിപ്പിച്ചെടുത്ത നെല്ല് ഇനം ഏതാണ്? പുസ DST റൈസ് 1. MTU 1010 എന്ന റൈസിനെ അതിനെ മാറ്റിക്കൊണ്ടാണ് ന്യൂഡൽഹിയിലുള്ള ICAR IARI ഇത് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ജനോം എഡിറ്റഡ് റൈസ് വെറൈറ്റീസ് ആണ് DRR റൈസ് 100, പുസ DST റൈസ് 1. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്ത്യ ക്ലോസസ് ചെനാബ് വാട്ടർ ത്രൂ ബഗ്ലിഹാർ ഡാം ഗേറ്റ്സ്. ബഗ്ലിഹാർ അണക്കെട്ട് ഗേറ്റുകൾ വഴി ഇന്ത്യ ചെനാബ് ജലം അടയ്ക്കുന്നു. ഇത് പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ്. അതായത് ബഗ്ലിഹാർ ഡാമിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് അത് തൽക്കാലത്തേക്ക് ഇന്ത്യ സ്റ്റോപ്പ് ചെയ്തു. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള വെള്ളം തടയുന്ന ബഗ്ലിഹാർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചെനാബ് നദി. ചെനാബ് നദിയിലാണ് ബഗ്ലിഹാർ അണക്കെട്ട്. ഈ അണക്കെട്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തിയിരിക്കുകയാണ്. മെയിൻ്റനൻസ് എന്ന രീതിയിലാണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും പറയുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ഈ അടുത്ത് നടത്തിയിട്ടുള്ള ആ ഒരു അറ്റാക്ക് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരു ആക്ഷൻ ആണ്. അതുപോലെ തന്നെ ഇൻഡസ് വാട്ടർ ട്രീറ്റി അതും ഇന്ത്യ താൽക്കാലികമായിട്ട് തടഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം പാകിസ്ഥാനെതിരായിട്ടുള്ള ഇന്ത്യയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ്. ബഗ്ലിഹാർ അണക്കെട്ട് ഗേറ്റുകളിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം ഇന്ത്യ തടഞ്ഞത് ഏത് നടപടിയുടെ അടിസ്ഥാനത്തിലാണ്? പാകിസ്ഥാന്റെ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണവും പഹൽഗാം ഭീകരാക്രമണവും. ഏപ്രിൽ 22-ാം തീയതിയാണ് പഹൽഗാം അറ്റാക്ക്, അതായത് ടൂറിസ്റ്റുകളെ കൊലപ്പെടുത്തിയിട്ടുള്ള ആ ഒരു അറ്റാക്ക് നടത്തിയിട്ടുള്ളത്. അതിനുശേഷം പാകിസ്ഥാൻ മെയ് 3-ാം തീയതി ഒരു ബാലിസ്റ്റിക് മിസൈൽ ടെസ്റ്റ് നടത്തിയിരുന്നു. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ചെനാബ് നദിയിലുള്ള ബഗ്ലിഹാർ അണക്കെട്ട് താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റു ചില ഡാമുകളും ഇന്ത്യ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന 3 പടിഞ്ഞാറൻ നദികൾ ഏതൊക്കെയാണ്? ഇൻഡസ്, സേലം, ചെനാബ്. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികളാണ് ഇൻഡസ്, സേലം, ചെനാബ്. ഈ നദികളിലെ ചെനാബ് എന്ന നദിയിലാണ് ബഗ്ലിഹാർ അണക്കെട്ടുള്ളത്. ഇതാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇന്ത്യ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: യൂണിഫൈഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ECNet ടു സ്ട്രീംലൈൻ ഇലക്ട്രൽ സർവീസ്. തിരഞ്ഞെടുപ്പ് സേവനങ്ങൾ കാര്യക്ഷമമാക്കാൻ ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ECNet ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിക്കാൻ പോകുന്ന ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ്? ECNet. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്
ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് ഈസി നെറ്റ്. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആരംഭിക്കുന്നതിന് മുമ്പ് എത്ര ആപ്പുകൾ ഈസി നെറ്റിൽ സംയോജിപ്പിക്കും? നിലവിലുള്ള 40 മൊബൈൽ വെബ് ആപ്ലിക്കേഷനുകൾ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ഇനി ഒരേ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതിനു മുമ്പ് ഇലക്ഷൻ കമ്മീഷന് 40ഓളം മൊബൈൽ ആപ്പും വെബ് ആപ്ലിക്കേഷൻസും ഉണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം കൂടി ഏകീകൃതമാക്കിക്കൊണ്ട് ഇൻ്റിഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരൊറ്റ പ്ലാറ്റ്ഫോം ആയിരിക്കുള്ളൂ. ആ പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് ഈസി നെറ്റ്. ECINET എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ആണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിലെ നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാർ. ഇന്ത്യയിലെ ഇപ്പോഴത്തെ കറണ്ട് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ് ജ്ഞാനേഷ് കുമാർ. ഇതിനു മുമ്പ് രാജീവ് കുമാർ ആയിരുന്നു ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷണർ. എന്നാൽ ജ്ഞാനേഷ് കുമാർ ആണ് ഈയടുത്ത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ട് ടേക്ക് ഓവർ ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് ആണ് 57th ഓൾ മൊറാൻ സ്റ്റുഡൻസ് യൂണിയൻ ഫൗണ്ടേഷൻ ഡേ. 57ാമത് ഓൾ മൊറാൻ സ്റ്റുഡൻസ് യൂണിയൻ സ്ഥാപക ദിനം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണിതും. ഈ കഴിഞ്ഞ 5-ാം തീയതി ഓൾ മൊറാൻ സ്റ്റുഡൻസ് യൂണിയൻ ഫൗണ്ടേഷൻ ഡേ ആഘോഷിച്ചു. നമുക്ക് നോക്കാം ഓൾ മൊറാൻ സ്റ്റുഡൻസ് യൂണിയൻ ഇത് ഏത് സംസ്ഥാനത്താണ്? 2025 മെയ് 5-ന് 57ാമത് ഓൾ മൊറാൻ സ്റ്റുഡൻസ് യൂണിയൻ സ്ഥാപക ദിനം ഏത് സംസ്ഥാനത്താണ് ആഘോഷിക്കുന്നത്? അസം. ആസാമിലെ ഡുമ എന്ന സ്ഥലത്താണ് 57ാമത് ഓൾ മൊറാൻ സ്റ്റുഡൻസ് യൂണിയൻ സ്ഥാപക ദിനം ആഘോഷിക്കുന്നത്. മൊറാൻ എന്ന കമ്മ്യൂണിറ്റി ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ്, സ്ഥാപക ദിനമാണ് 57ാമത്തെ സ്ഥാപക ദിനം ആഘോഷിച്ചിട്ടുള്ളത്. ഏത് സംസ്ഥാനത്താണ് മൊറാൻ സമൂഹം പ്രധാനമായിട്ടും നിലനിൽക്കുന്നത്? അസം. ആസാമിലെ ഒരു കമ്മ്യൂണിറ്റി ആണ് മൊറാൻ കമ്മ്യൂണിറ്റി. ഇന്നിപ്പോൾ ഷെഡ്യൂൾ ട്രൈബ്സിലേക്ക് മാറുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലും അതുപോലെ തന്നെ ആസാമിൻ്റെ ചരിത്രത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് മൊറാൻ. അവരുടെ ഡെഡിക്കേഷൻ, ധൈര്യം ഇതെല്ലാം തന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ഒരുപക്ഷെ ഇന്ത്യക്ക് വേണ്ടി തന്നെ സഹായമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് മൊറാൻ കമ്മ്യൂണിറ്റി. ആസാമിലാണ് ഏറ്റവും കൂടുതൽ മൊറാൻ കമ്മ്യൂണിറ്റി ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് അരുണാചൽ പ്രദേശിലാണ്. ധർമ്മഗുജാരി, ഗോസ് ടോളർ ബിഹു എന്നിവ ഏത് സമൂഹത്തിൻ്റെ ആത്മീയ പ്രാധാന്യമാണ്? മൊറാൻ കമ്മ്യൂണിറ്റി. ആസാമിലെ മൊറാൻ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ധർമ്മഗുജാരി, ഗോസ് ടോളർ ബിഹു എന്നിവ അവരുടെ ആത്മീയ പ്രാധാന്യമുള്ള വാക്കുകളാണ്. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജെഡിസ് കറണ്ട് അഫയേഴ്സിൻ്റെ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.